നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 5ാമത്തെ വീഡിയോ എടുക്കുന്നത്. എൻ്റെ ഇടപാട് പിന്നെ 5എണ്ണം എടുത്തു. 5എണ്ണം എടുത്തില്ലെന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ. നിങ്ങളത് ബോധമില്ലാതായിരിക്കുന്നത്. അതെന്തേലും ഇട്ട് പിന്നില്ലേ എന്നെ ഒരേ ഇത് കണ്ട് എല്ലാവരും ഓർക്കത്തില്ലേ ഈ പുള്ളിക്കാരത്തി വീട്ടിലൊന്നും പോകുന്നില്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം കുറച്ച് ഓണത്തിന് വേണ്ടിയിട്ട് നല്ല എല്ലായ്പ്പോഴും എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ മൽചന്തേരി ഫാബ്രിക്, സെമി മൽചന്തേരി ഫാബ്രിക് വന്നിട്ടുള്ള നല്ല ഒരു ടൈപ്പ് സാരി കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ ടൈപ്പ് സാരിയുടെ വേറൊരു മോഡൽ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നു. അത് ഫുള്ള് ആൾക്കാർക്ക് ഭയങ്കര ആവശ്യമായിരുന്നു. എനിക്ക് ഹെവി ആയിട്ടുള്ള സ്റ്റോക്ക് അതിന് ഞാൻ പറഞ്ഞായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു വെച്ചിട്ടില്ല എന്ന് പറയുന്നത്. കാരണം ഈ ഓണം പ്രമാണിച്ച് ധാരാളം പുതിയ ഐറ്റംസ് വന്നോണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാത്തിനും ഒത്തിരി സ്റ്റോക്കിന്റെ ആവശ്യമില്ലല്ലോ. ഇത് താഴ്ഭാഗത്ത് ഇത് കണ്ടോ, ഇതിപ്പം പിസ്ത ഗ്രീന്റെ നല്ലൊരു ഷെയ്ഡ് എന്നിട്ട് ഒരു നല്ല പേസ്റ്റൽ ഷെയ്ഡ്, താഴ്ഭാഗത്ത് ഇവിടെ ഒരു വാടാമുല്ല ഷെയ്ഡിൽ വന്നിട്ട് ഇങ്ങനെ ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് ഫുള്ള് എംബ്രോയിഡറി വർക്കാണ്. എന്നിട്ട് അത് ചെറിയൊരു ഗോൾഡൻ സെറി മുകളിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ബോർഡർ ഇല്ല, ഒരു ഗോൾഡൻ സെറി, ഈ ഒരു സെറിയാണ് കണ്ടോ വന്നിരിക്കുന്നത്. എന്നിട്ട് ബോഡി ഓൾ ഓവർ ബോഡി ബൂട്ടാസ് ഇങ്ങനെ ഇരിക്കും. കണ്ടോ, ഫുള്ള് ഇങ്ങനെ അകത്തെ ഭാഗത്തും എല്ലാം ഇങ്ങനെ തന്നെ, ഇങ്ങനെ ബോഡിയെ നിറച്ചും ബൂട്ടാസ് ഉണ്ട്. മൽചന്തേരിയുടെ ഫാബ്രിക് ആണ്. മൽചന്തേരിയുടെ ഫാബ്രിക് എന്ന് പറയുമ്പോൾ ആ ഒരു ഭയങ്കര ഗ്ലോ ഉള്ള ഭയങ്കര ഒരു ഇതല്ല, ഒരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു സാധനമാണ്. മൽചന്തേരിക്ക് തന്നെ പല ഫാബ്രിക് വരും കേട്ടോ. അതിന്ന് ഞാൻ പറഞ്ഞതാ, ഭയങ്കര തിളക്കമല്ല. ഇതിന് തിളക്കം ഇല്ലെന്നല്ല. മൽചന്തേരി നമ്മൾ സാധാരണ കുർത്തിക്കൊക്കെ എടുത്ത് നോക്കുമ്പോൾ ശരിക്കും എന്റെ നോട്ടത്തിൽ ഞാൻ സത്യം പറയാം, എനിക്ക് ചിലപ്പോൾ തോന്നും പോളിസ്റ്ററിന്റെ ആണെന്ന്. അതല്ല, സിൽക്കാണ്, അത് പ്യുവർ സിൽക്കാണ്. ഇത് ഒരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള. ഇതിന്റെ ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെ പ്ലെയിൻ വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ കോൺട്രാസ്റ്റ് ഷെയ്ഡിലുള്ള ബ്ലൗസ് വേണമെങ്കിൽ ഇട്ടാലും നല്ലതായിരിക്കും. ഇനി അതിന്റെ കളർ ചേഞ്ചസ് കാണിച്ചു തരാവേ. പൗഡർ ബ്ലൂ, നല്ല കളറുകളെല്ലാം, നല്ല പേസ്റ്റൽ കളറുകളെല്ലാം വന്നിരിക്കും. പൗഡർ ബ്ലൂവില് ഈ ഒരു ഷെയ്ഡ് ഇങ്ങനെ ലളിതം സുന്ദരം നല്ലൊരു എന്താ പറയുന്ന ഒരു ഒരു കൂൾ ലുക്ക് ആണ്. പക്ഷെ ഒരു അട്രാക്ഷൻ വേണം. അങ്ങനത്തെ ഒരു എലഗന്റ് ആയിട്ടുള്ള കിട്ടണം എന്ന് വിചാരിക്കുന്നവർക്ക് അങ്ങനത്തെ സാരീസ് പറ്റുന്ന ഒരു സാരീസാണ് ഇത്. പീച്ച് കളർ, ഇതിപ്പോ ഇച്ചിരി എടുപ്പുള്ള കളർ കേട്ടോ. നല്ല പീച്ചിന്റെ ഷെയ്ഡ്, പേസ്റ്റൽ കളറാണ്, നല്ല പീച്ചിന്റെ ഷെയ്ഡാണ്. ഈ ചെയ്തിരിക്കുന്ന എംബ്രോയിഡറി വർക്ക് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. എത്ര ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്, എന്ത് രസമാണെന്നുള്ള രീതിക്ക്. ബ്ലൗസ് വന്നിട്ട് പ്ലെയിന്. ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇപ്പോഴത്തെ വില 1299 ആണ്. 1699 അതാണ് റേറ്റ്. ഇതിപ്പോ തീർന്നു, ഇത്രയും കൂടെ ഉള്ളൂ. ഈ 4 കാണുന്നതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്റ്റോക്ക് ഇല്ലാന്ന്. ഇതിനെല്ലാം അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ ഞാൻ നേരത്തെ ഓൺലൈനിൽ കാണിച്ച് നിങ്ങളൊക്കെ ഓർക്കുന്ന കാണാം. ഇതൊക്കെ ഈ ഒരൊറ്റ പീസേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു. വേറെ പീസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇതായിട്ട് ഇടുന്നത് ഞാൻ നേരത്തെ ഓൺലൈനിൽ കാണിച്ച പഴയ വീഡിയോസ് ഇച്ചിരി 1.5 മാസം മുന്നിലത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇതിനൊക്കെ ഞാൻ ഇങ്ങനത്തെ വീഡിയോ കാണിക്കുന്നതിന് എൻ്റെ സ്റ്റാഫിന് പലർക്കും എതിരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉത്തരം പറഞ്ഞു മടുക്കും ഇല്ലാത്ത സാധനത്തിന്. ഞാൻ ഇത് എന്തിനാണ് ഇത് കാണിക്കുന്നത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അവർക്ക് തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഓരോ സിംഗിൾ പീസ് വരുന്ന അങ്ങ് പോട്ടെന്ന്, വെറുതെ ഇരുന്ന് പോകണ്ട. ഇതാണ് ബോഡി. ഇതും ചന്തേരിയുടെ ഫാബ്രിക് ആണ്. ഇതിങ്ങനെ വരും ബോഡി. ഈ നല്ലൊരു ഇതായിട്ട് ചെക്കാണ്. അതുപോലെ തന്നെ ഒരു ബനാറസി ബോർഡർ വന്നിട്ടുണ്ട്. ബോഡിയെ വരുമ്പോൾ ഒരു റെഡിഷ് മെറൂൺ കളറ്. മുന്താണി വരുമ്പോൾ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ്. ചെക്കിന്റെ ട്രെൻഡ് ആണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഓടിക്കൊണ്ടിരിക്കുന്നത്. ബ്ലൗസ് വരുമ്പോഴും ഈ ഒരു ബ്ലാക്ക് ചെക്ക്. മുന്താണിയിൽ ഇങ്ങനെ ഒരു സെറിയൊക്കെ കൊടുത്തിട്ടുണ്ട്. മുന്താണിക്കും ബ്ലൗസിനും ഒരേ ഒരു ഷെയ്ഡ്, ഒരേ ഒരു കളറ്. അതേസമയം ബോഡി റെഡിഷ് മെറൂൺ വന്നിട്ട് വില ഇപ്പോഴത്തെ വില കിടക്കുന്ന 1299 ആണ്. നേരത്തെ വില ഇട്ട് എഴുതിയിട്ടില്ല, എനിക്കറിയത്തില്ല, എനിക്ക് ഓർമ്മയില്ല. ഭയങ്കര മഴയാ ഇവിടെയൊക്കെ, ഭയങ്കര മഴയാണ്. നിങ്ങളുടെ ഇവിടെയൊക്കെ മഴയുണ്ടോ? എറണാകുളം ജില്ലയിലൊന്നും വലിയ മഴയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഞങ്ങളുടെ ഇവിടെ എപ്പോഴും മഴയാ. ചിറാപ്പുഞ്ചിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പൊ കാഞ്ഞിരപ്പള്ളിയും കോട്ടയവും ഒക്കെ
ഇത് അതിന്റെ തന്നെ മറ്റൊരു കളർ. ഞാനൊരു കാര്യം പറയാം, ഇതിന്റെ ഈ ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതെനിക്ക് തോന്നുന്നു ഞാൻ സിംഗിൾ പീസ് ഉള്ളതെല്ലാം എടുത്ത് വെക്കാൻ പറഞ്ഞപ്പോൾ 1299 മാത്രം എടുത്ത് വെച്ചേക്കുവാന്ന് തോന്നുന്നു. അങ്ങനെയാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇതിന്റെ ബോഡിയെ വരുമ്പോൾ ഈ ഒരു ഗ്രീൻ വരും, മുന്താണി വരുമ്പോൾ ഈ ഒരു മെറൂൺ കളർ വരും. ബോഡി വന്നിട്ട് ഇങ്ങനെ നല്ല രസമാണ്, നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള സാരി. ഇത് അന്ന് മേടിച്ചവരൊക്കെ ഒത്തിരി ഒത്തിരി എൻക്വയറി, ഒത്തിരി ഓർഡറും ധാരാളമായിട്ടുള്ള വിറ്റ സാരിയാണ്. ഇതിന്റെ റസ്റ്റ് ഓറഞ്ചോ അങ്ങനെയൊക്കെ കുറേ കളറുകൾ വന്നതുമാണ്. ഇപ്പൊ ഈ ഒരു 2 കളേഴ്സ് മാത്രം. ഇനി നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ഓണത്തിന് സ്പെഷ്യൽ, എന്നോട് ഒത്തിരി പേര് ഓണത്തിന് കല്യാണിക്കോട്ടം കൊണ്ടുവരാൻ പറഞ്ഞു. എന്നൊക്കെ കൂടിയാണ് കൊണ്ടുവരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് കല്യാണിക്കോട്ടം പുതിയത് വന്നതല്ല, നമ്മളുടെ ഓൾഡ് സ്റ്റോക്ക് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു 2 മാസത്തിനുള്ളിൽ വന്ന സ്റ്റോക്കാണ്. ഇതായത് നല്ലൊരു പീച്ച് ഷെയ്ഡ്, നല്ലൊരു പീച്ച് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് ഈ കളർ കാണാനായിട്ട്. ആർക്ക് വേണമെങ്കിലും ചേരും. ട്രഡീഷണൽ സാരിയാണ്, കേരള സാരി ഉടുക്കുന്ന പോലെ തന്നെ ട്രഡീഷണൽ സാരിയാണ്. ഓണത്തിന് ഉടുക്കാൻ ബെസ്റ്റാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗാദറിങ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉടുക്കാൻ ബെസ്റ്റ്. ഞാനിത് എടുത്താലോ എന്നാലേക്ക്, എന്നെ രസമല്ലേ? ചുമ്മാ പറയുന്നല്ല കേട്ടോ. ഇവിടെ എൻ്റെ ഫ്രണ്ടിൽ മിററുണ്ട്, അതിട്ട് നോക്കിയിട്ടായി പറയുന്നത്. നല്ല ഭംഗിയായിട്ടിരിക്കുന്ന സാരി. ഇതാണ് ബോഡി, ഇത് വരും മുന്താണി, ഇത് വരും ബ്ലൗസ്. കണ്ടോ? മുന്താണിയുടെ അതേ കളർ, ബോട്ടിൽ ഗ്രീൻ കളറും. ബോട്ടിൽ ഇതുണ്ടല്ലോ, പീച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഒനിയൻ മിക്സ് ആയിട്ടുള്ള ഒരു പീച്ച് കേട്ടോ. ഒനിയൻ എന്ന് തനി ഒനിയൻ എന്ന് പറയത്തില്ല, ഒനിയൻ മിക്സ് ആയിട്ടുള്ള ഒരു പീച്ച് ഷെയ്ഡ്. ഇതിന്റെ റേറ്റ് സ്ക്രീനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓരോന്നിന്റെ റേറ്റ് പെറുക്കി പറയുന്നില്ല, കാരണം ഞാൻ മടുത്തു, വീഡിയോ എടുത്ത് മടുത്തിരിക്കുകയാണേ. ഇത് ബ്ലാക്ക്, എപ്പോഴും ആവശ്യക്കാരാണ് ഇതിന്. ബ്ലാക്കും മെറൂണും കല്യാണിക്കോട്ടം എപ്പോൾ വന്നാലും എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. ബ്ലൗസ് വരുമ്പോൾ അതേ ഈ ഒരു ഡാർക്ക് മെറൂൺ വരും. മുന്താണി കാണിച്ചു തരാം. മുന്താണിയാണ് അതിന്റെ ഹൈലൈറ്റ്. ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, കോട്ടന്റെ സിൽക്കിന്റെ ഒരു എഫക്റ്റ് കിട്ടും. അതേസമയം കോട്ടന്റെ സാരി കൊണ്ടു നടക്കുന്ന പോലെ നമുക്ക് സുഖമായിട്ട് കൊണ്ടു നടക്കാം. എന്നാൽ ഒരു ഫംഗ്ഷൻ വെയറിന്റെ എല്ലാ ടച്ചും കിട്ടുകയും ചെയ്യും. ബഡ്ജറ്റ് റേറ്റും ഉള്ളൂ. ഇതാണ് മുന്താണി. കണ്ടോ? നല്ല ഹെവി ആയിട്ടുള്ള വർക്കല്ലേ, വല്ല കൂടിയ സാരികൾക്കൊക്കെ വരുന്ന അത്രയും ഒരു വർക്കില്ലേ. കണ്ടോ? എന്നാ ഒരു തീക്ഷ്ണമായിട്ടുള്ള ഒരു ഭംഗിയായിരിക്കും എന്നറിയാവോ. ഇതിട്ട് കഴിയുമ്പോൾ ഒരു ബ്ലാക്ക് മുത്തുമാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു നല്ല ഒരു ലുക്കാണ്, ഒരു ക്ലാസി ലുക്കാണ്. എന്നുകൊണ്ട് മെറൂണും ബ്ലാക്കും കോമ്പിനേഷൻ ആരും കണ്ടിട്ടില്ലാത്തതോ കാണാത്തതോ ഒന്നുമല്ല, പക്ഷെ അതിനൊരു ലുക്ക് തന്നെയാണ് അല്ലേ. സിമെന്റ് കളർ വിത്ത് ബ്ലൂ. ഇതാണ് ബോഡി. ഇതിന് ബോഡിയെ കൂടെ ബുട്ടാസ് ഉണ്ട്. മറ്റേതിന്റെ എല്ലാം ബോഡി പ്ലെയിൻ ആയിരുന്നു എന്ന് തോന്നുന്നു. അല്ല, ആദ്യം കാണിച്ച ബോഡിയെ ബൂട്ടായുണ്ട്. ഇതിന്റെ മുന്താണി വരുമ്പോൾ ദേണ്ട് ഇങ്ങനെ വരും, നിറച്ചും ഒരു റോയൽ ബ്ലൂവിന്റെ മുന്താണി. ബോഡിയിൽ ഇങ്ങനെ സിമെന്റ് ഷെയ്ഡാണ്. ബോഡി ഫുള്ള് ഇങ്ങനെ വരും. ബ്ലൗസ് വന്നിട്ട് ഇതാണ് ബ്ലൗസ്. ആ ഒരു മുന്താണിക്ക് വരുന്ന സെയിം തന്നെയാണ് ബ്ലൗസ് ആയിട്ട് വരുന്നത്. രസം നിങ്ങൾ നോക്കിക്കോ. ഇത് ഈ കല്യാണി കോട്ടൺ എന്ന് പറയുന്ന കേരളത്തിന്റെ ട്രഡീഷണൽ സാരി, സെറ്റ് സാരി പോലെ തന്നെ അംഗീകരിക്കപ്പെട്ട ഒരു സാധനമാണ്. അതുപോലെ ഈ ശരിക്കും ഇങ്ങനെ മുല്ലപ്പൂ ഒക്കെ ചൂടി അങ്ങനെയൊക്കെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അങ്ങനത്തെ ഒരു ഗെറ്റപ്പ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു സാരിയാണ് കല്യാണി കോട്ടൺ സാരി. പിന്നെ നമുക്ക് അല്ലാതെ എങ്ങനെ വേണമെങ്കിലും ഉടുക്കാം, ഡെയിലി വെയർ ആയിട്ട് ഈവൻ അങ്ങനെ വേണമെങ്കിലും ഉടുക്കാം, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അതാണ് അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഈ സാരിയും നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം, ഇതിന്റെ കളേഴ്സ് വന്നത് ഓർക്കുന്നുണ്ട്. ഇതിന്റെ ഈ ഒരു സിംഗിൾ കളർ മാത്രമേ ഉള്ളൂ ബാലൻസ് ആയിട്ടുള്ള. ഇവിടെ ക്രോസ് സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. കേരള സാരി ആയിട്ട് ഉടുക്കാം. മൽച്ചന്തേരിയുടെ ഫാബ്രിക്. മുന്താണിയാണ് നിങ്ങളിപ്പോ ഈ കണ്ടോണ്ടിരിക്കുന്നത്. ഈ ടാസിലുള്ള ഭാഗമാണ് മുന്താണി. ഇത് നല്ല നിറച്ചും ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുക. ബോഡിയെ ഫുള്ള് സ്റ്റിക്കർ, അതാ പ്രശ്നം. ഇത് കണ്ടോ താഴത്തെ ഭാഗത്ത്. എന്നിട്ട് ഇങ്ങനെ ഒരു ഗോൾഡൻ സെറി കൂടെ കൊടുത്തിട്ടുണ്ട്, ടെമ്പിൾ ബോർഡർ. ബോഡിയെ ഫുള്ള് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി. ഇവിടെ പല കളറിലാണ് ഇത് വന്നത്. ഇതിനിപ്പം മസ്റ്റാർഡ് യെല്ലോടെ ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇതും റേറ്റ് സ്ക്രീനിലുണ്ട് കേട്ടോ. എനിക്ക് ഇതിന്റെ ഒറിജിനൽ റേറ്റും ഡിസ്കൗണ്ടഡ് റേറ്റും അങ്ങനെ നോക്കാനുള്ള വയ്യ, വിശക്കുന്നു. വേറൊരു സാരി. വിദ്യ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന് വീഡിയോ എടുക്കുന്ന ഇത്ര ഞങ്ങൾക്ക് ഓർക്കുമായിരിക്കും മനസ്സിലൊക്കെ അല്ലേ. അതിനെ എന്താ പറയാ, അങ്ങനെയൊന്നും അല്ല.
എന്റെ മനസ്സിൽ ഇതൊക്കെ സന്തോഷമാണ്. ഞാനിങ്ങനെ വിശക്കുന്നു എന്നൊക്കെ പറയെങ്കിലും ഞാൻ ഇതൊക്കെ എൻജോയ് ചെയ്ത് തന്നെ ചെയ്യുന്നത്. അല്ലാതെ അയ്യോ അങ്ങനെ കഷ്ടം, എന്റെ ലൈഫാണിത്, എന്റെ ജീവനാണ് എന്റെ ഇസബല്ല എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യുമ്പോൾ നമുക്ക് വിഷമവും ശരീരത്തിന്റെ വേദനകളും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. എന്നാലും അത് ഞാനത് എൻജോയ് ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ചിലർ ചോദിക്കും എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കും. അതൊരു കഷ്ടപ്പാടല്ല. ഇത് കണ്ടോ, കാന്താവർക്ക്. ഇതാണ് മുന്താണിയുടെ ഭാഗം. ഈ ചെയ്തിരിക്കുന്നില്ലേ, ഈ ലീഫ് ഡിസൈൻ പോയിരിക്കുന്ന ഫുള്ള് എംബ്രോയിഡറി വർക്കാ. ഇത് കാന്താവർക്ക് ചെയ്തിരിക്കുക. ഉണ്ടോ, നല്ല ഓണം സാരി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ നല്ല. ഇതൊക്കെ ഇപ്പോഴാണോ കാണിക്കുന്നത് ചിലപ്പോൾ ചിലർ ചോദിക്കും. ഒന്നും ആയിട്ടില്ല, ഓണത്തിന് ഇനി സമയം ധാരാളം ഉണ്ടല്ലോ. ഉണ്ടോ, വെറൈറ്റി തേടി നടക്കുന്നവർക്ക്, ഓണത്തിന് വെറൈറ്റി തേടി നടക്കുന്നവർക്ക് നല്ലതാ. ഇതിൻ്റെ കൂടെ ഇതേ ആ ഡാർക്ക് മെറൂൺ ബ്ലൗസ് നല്ലതായിരിക്കും അല്ലേ. ഞാൻ ഇച്ചിരി മുന്നേ ബ്ലൗസിന്റെ വീഡിയോ എടുത്തിട്ട് ബ്ലൗസ് ഇവിടെ കിടക്കണേ ഉള്ളേ. ആ ബ്ലൗസ് നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇതെന്നാന്നറിയോ, ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടേക്ക് ലൈറ്റ് ആണ്. ഇപ്പൊ ഇവിടെ ഡാർക്ക് നമ്മൾ കൊടുക്കുവാണെങ്കിൽ, കയ്യിൽ ഡാർക്ക് കൊടുക്കുവാണെങ്കിൽ പ്രത്യേക ഒരു എടുപ്പായിരിക്കും. അപ്പൊ ഇതാണ് സാരി. ഈ ഞാൻ പറഞ്ഞേക്കുന്ന ഈ ലീഫ് ഡിസൈൻ ഫുള്ള് എംബ്രോയിഡറി ആണ്. ഇത് കാന്താ സ്റ്റിച്ച് ആണ് ചെയ്തിരിക്കുന്നത്. ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ വന്നിട്ട് ഈ ഒരു കാന്താ സ്റ്റിച്ച് ഉണ്ടോ. എന്നിട്ട് അതിനൊരു ഗോൾഡൻ സെറിയും പോകുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് വേറൊരു സാധനം കാണിക്കാനിരിപ്പുണ്ട്, ഓർണമെന്റ്സ് ഇഷ്ടം പോലെ എടുത്ത് വന്നിരിക്കുക. അതൊന്ന് കാണിക്കാൻ, എല്ലാത്തിനും ഈ പറഞ്ഞ പോലെ വീഡിയോ എടുക്കാനൊക്കെ ആരെയെങ്കിലും ഒന്ന് എല്ലാം അങ്ങോട്ട് എനിക്കുണ്ടല്ലോ എൻ്റെ മനസ്സിലെ സാധനങ്ങൾ മറ്റൊരാൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടാണ്. വീഡിയോ എടുക്കാനൊക്കെ തയ്യാറായിട്ട് ഇപ്പൊ 100 കണക്കിന് ആൾക്കാരെ കിട്ടും. പക്ഷെ എന്തോ എന്റെ സാധനത്തിന് എനിക്കറിയാവുന്ന പോലെ മറ്റൊരാൾക്ക് അറിയില്ലല്ലോ എന്നുള്ള എന്തോ ഒരു തോന്നൽ. അതുകൊണ്ടുള്ള ഭാരം മുഴുവൻ എടുത്ത് തലയിലേക്ക് വെക്കും. അത് എന്റെ സ്റ്റാഫ് തന്നെ പറയും, മേഡം അത് ഡിവൈഡ് ചെയ്ത് ഓരോരുത്തരെ അത് എടുപ്പിക്കുക, അത് ചെയ്യിപ്പിക്കുക, ഇത് ചെയ്യിപ്പിക്കുക, അങ്ങനെ ചെയ്യും. അപ്പൊ മേഡം ഇത്രയും ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്ന അവർക്ക് തന്നെ അറിയാം. അവർക്ക് പോലും ഒരു ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഭയങ്കര ഇത് പറയല്ല കേട്ടോ, ശരിക്കും പറയാം, എനിക്ക് അത്രയ്ക്കൊരു കപ്പാസിറ്റി ഒന്നും ഉള്ള ആളൊന്നും അല്ല. അതുകൊണ്ടാണ് എനിക്ക് അത് ഇരട്ടിയായിട്ട് തോന്നുന്നത്. ഇതിലപ്പുറം ചെയ്യുന്ന നല്ല കഴിവുള്ള വനിതകളൊക്കെ നമ്മുടെ കേരളത്തിൽ, ലോകം മുഴുവനുണ്ട്. അപ്പൊ ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.